യേശുവിൻ്റെ പ്രിയ അപ്പോസ്തലനായ യോഹന്നാൻ മറ്റു ശിഷ്യന്മാരൊക്കെയും അവരുടെ ജീവിതത്തിൻ്റെ വിവിധ സാഹചര്യങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് യേശുവിന് വേണ്ടി രക്തസാക്ഷികളായപ്പോൾ ഈ ഒരു വ്യക്തിയെ ദൈവം ബാക്കി ശേഷിപ്പിച്ചു. റോമൻ ഗവൺമെൻറ് പല നിലയിൽ അദ്ദേഹത്തെ കൊല്ലുവാൻ തയ്യാറായെങ്കിലും തിളച്ച എണ്ണയിൽ പോലും ഇട്ടുവെങ്കിലും മരണമടയാതെ ജീവനോടിരിക്കുന്നത് കണ്ട് പത്മോസിൻ്റെ ദ്വീപിലേക്ക് ഈ മനുഷ്യനെ നാടുകടത്തുവാനിടയായി. പത്മോസിൻ്റെ ദ്വീപിൽ ഡൊമീഷ്യൻ ചക്രവർത്തി തന്നെ നാടുകടത്തി ആ ദ്വീപിൽ ആയിരിക്കുമ്പോൾ കർത്തൃദിവസത്തിൽ ആത്മവിവശനായ ഈ അപ്പോസ്തലൻ ഒരു കാഴ്ച കണ്ടു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. If you read Revelations 1:13-17, we see this man of God seeing a vision of God. ഒന്ന് വായിക്കുമോ? 7 നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായ ഒരുവനെ കണ്ടു. പിന്നെ ഇവിടെ നോക്കണമേ, ഇവിടെ ഈ മനുഷ്യൻ കാണുന്ന കാഴ്ച യേശുവിൻ്റെ ക്രൂശിൽ കിടന്ന ചിത്രമാണ് യോഹന്നാന് പലപ്പോഴും ഓർക്കാറുള്ളത്. പക്ഷേ ആ പത്മോസിൻ്റെ ദ്വീപിൽ താൻ കാണുന്ന ചിത്രം അന്ന് വ്യത്യസ്തമായിരുന്നു. തൻ്റെ കണ്ണുകൾക്ക് മുമ്പിൽ താൻ കാണുന്നത് തിളങ്ങി നിൽക്കുന്ന ഈ ഒരു മനുഷ്യൻ. തൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചിരിക്കുന്നു. തൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ആയിരിക്കുന്നു. താൻ 7 നിലവിളക്കുകളുടെ നടുവിൽ 7 നക്ഷത്രവും വലങ്കയിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ച ഈ ഭക്തൻ കാണുകയാണ്. 1-ാം അധ്യായത്തിലെ 19-20 വാക്യങ്ങൾ വരുമ്പോൾ ഈ 7 നിലവിളക്ക് എന്താണ്, 7 നക്ഷത്രം എന്തോ ആണെന്നും കൂടെ നാം കാണുന്നു. 19-20 7 നക്ഷത്രം, 7 സഭകളിലെ പാസ്റ്റേഴ്സ്, 7 നിലവിളക്ക്, 7 സഭകൾ. ഞാൻ ഓർക്കുമായിരുന്നു, സഭകൾക്ക് ദൈവദാസന്മാർക്ക് ദൈവം കൊടുക്കുന്ന ആ പ്രാധാന്യം എത്ര ശ്രദ്ധേയമാണ്. ഇവിടെ 7 സഭകൾ, 7 നിലവിളക്ക്, 7 സഭകളെ ചിത്രീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിൽ ആ 7 സഭകൾക്കുള്ള ആ ദൂത് നാം കാണുകയാണ്. എഫെസോസ്, സ്മിർന, പെർഗമോസ്, തിയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്ന ഈ 7 സഭകൾക്ക് ഉള്ള ദൂതുകൾ, ഏഷ്യ മൈനറിലുള്ള ഈ 7 സഭകൾക്കുള്ള ചില ദൂതുകളും ദൈവം ആ ദർശനത്തിൽ ഈ അപ്പോസ്തലന് കൊടുക്കുന്ന ഒരു ചിത്രമാണ് നാം കാണുന്നത്. പലകര 7 സഭകൾ 7 കാലഘട്ടമാണെന്നൊക്കെ വിവരിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ എല്ലാ സഭകളും അവരുടെ അവസ്ഥകളും എല്ലാ കാലത്തും പ്രായോഗികമായതുകൊണ്ട് അത് ആ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഞാൻ വില കൊടുക്കുന്നില്ല. എല്ലാ സഭകളും അവർക്കുള്ള ദൂതുകളും ഇന്നും പ്രസക്തമാണ്. നാം അടുത്ത 7 ആഴ്ചകളിൽ ഈ സഭകൾക്കുള്ള ദൂതുകളിലൂടെ കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതുള്ള സഭ ഇവിടെ എഫെസോസ് സഭയാണ്. എഫെസോസ് സഭ എന്ന് പറഞ്ഞാൽ ഏഷ്യയിലുള്ള ഏറ്റവും വലിയ പട്ടണങ്ങളിലൊന്നായ എഫെസോസിൽ ഉള്ള ഒരു സഭയായിരുന്നു. അവിടെ ആ പട്ടണത്തിൻ്റെ പ്രത്യേകത, റോമൻ ഗവർണേഴ്സ് അവിടെ താമസിച്ചിരുന്നു. ഏറ്റവും നല്ല കൊമേഴ്ഷ്യൽ സെൻറ്റേഴ്സ് ആയിരുന്നു, ഈ കൊമേഴ്ഷ്യൽ സെൻറ്റർ ആയിരുന്നു ഈ എഫെസോസ്. മാത്രമല്ല അവിടെ പല നിലകളിൽ ഉള്ള ആരാധനകളും തന്ത്രാദികളുമൊക്കെ വളരെ പ്രിവലൻ്റ് ആയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു 1-ാം നൂറ്റാണ്ട്. അപ്പോസ്തലപ്രവൃത്തി 18-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലൂടെ പെട്ടെന്നൊരു വിസിറ്റ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. താൻ അവിടെ ചെല്ലുകയും അവിടെ നിന്ന് പുറപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരു ചിത്രം അവിടെ കാണുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 18-ന്റെ 19 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ പിന്നുള്ള വാക്യങ്ങൾ നാം കാണുന്നു. അപ്പൊല്ലോസ് അവിടെ പ്രസംഗിക്കുന്ന ഒരു ചിത്രം നാം കാണുന്നു. അക്വിലാസ്, പ്രിസ്കില്ല അവർ ഈ അപ്പൊല്ലോസിനെ കറക്റ്റ് ചെയ്യുന്നതും നാം അവിടെ കാണുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ പൗലോസ് എഫെസോസിലേക്ക് മടങ്ങി വരുന്നു. അവിടെ ഉള്ള ശിഷ്യന്മാരെ ദൈവവചനം പറഞ്ഞു മനസ്സിലാക്കുന്നു. പിന്നെ 3 മാസങ്ങൾ അവിടെ എഫെസോസിലൊരു സിനഗോഗിൽ താൻ പഠിപ്പിക്കുന്നു. 2 വർഷങ്ങൾ ത്രോമോസിൻ്റെ പാഠശാലയിൽ നിന്ന് പിന്നെയും
ദൈവവചനം പറഞ്ഞു കൊടുക്കുന്ന പൗലോസിനെ നാം കാണുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 19:8 വാക്കിൽ നാം നോക്കിയാൽ ആ എഫെസോസിൽ വലിയ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങി, അടയാളങ്ങൾ നടക്കാൻ തുടങ്ങി, വീര്യപ്രവൃത്തികൾ സംഭവിക്കാൻ തുടങ്ങി. ഇത് കണ്ടു നിന്ന യഹൂദ പുരോഹിതനായ സ്കേവയുടെ 7 മക്കൾ അവരും യേശുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുവാൻ നോക്കി. പക്ഷേ അത് അവർക്ക് വിനയായി തീരുവാനിടയായി തീർന്നു. അനേക മന്ത്രവാദികൾ വിലയേറിയ അവരുടെ തന്ത്രമന്ത്ര ആദികളുടെ അവരുടെ പുസ്തകങ്ങൾ കൊണ്ട് കത്തിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാവുകയാണ്. ദൈവവചനം അവിടെ പ്രബലപ്പെട്ടു. ദൈവികമായ ഒരു സഭ അവിടെ അങ്ങനെ സ്ഥാപിക്കപ്പെടുവാനിടയായി തീർന്നു. 1-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ അല്ലെങ്കിൽ സുവിശേഷം പ്രചരിക്കപ്പെടുന്ന കാലയളവിൽ സംഭവിച്ച സംഭവങ്ങളാണിത്. പിന്നീട് അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലെ മൂപ്പന്മാരെയൊക്കെ വിളിച്ചു വരുത്തി അവർക്ക് പിന്നീട് ഉപദേശങ്ങൾ കൊടുക്കുന്നു. നാം അപ്പോസ്തല പ്രവൃത്തി 20 കാണുന്നു. വാസ്തവം പറഞ്ഞാൽ അപ്പോസ്തലനായ പൗലോസ് സ്ഥാപിച്ച ഒരു സഭയായിരുന്നു എഫെസോസിലെ സഭ. അവിടെ തിമോത്തിയോസിനെ അയച്ചിട്ടുണ്ട്. അവിടെ ചരിത്രം പറയുന്നത് മറിയയുടെ മരണശേഷം യോഹന്നാനും ആ സഭയിലായിരുന്നു അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നതെന്നാണ്. എനിവേ, പൗലോസിന് സ്ഥാപിതമായ അല്ലെങ്കിൽ ദൈവം പൗലോസിനെ ഉപയോഗിച്ച് സ്ഥാപിച്ച ഒരു സഭയായിരുന്നു എഫെസോസ്. നാളുകൾ കഴിഞ്ഞുപോയി, പല പതിറ്റാണ്ടുകൾ പിന്നിട്ടു. ആ സഭ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അവർക്ക് ദൈവം ചില ദൂതുകളും കൊടുക്കുവാൻ തുടങ്ങി. ഈ വെളിപ്പാടിൽ 1-ാമത് എഫെസോസ് സഭയാണ് അഡ്രസ് ചെയ്തിരിക്കുന്നത്. ഇനി ആ മെസ്സേജിലേക്ക് നോക്കാം. 1-ാമത് ദൈവം പറയുകയാണ്, നോ, ഞാൻ അറിയുന്നു. വായിച്ചേ 2-ാം വാക്യം. പല കാര്യങ്ങളാണ് അപ്പോസ്തലൻ പറയുന്നത്, അല്ലെങ്കിൽ ദൈവം ഈ അപ്പോസ്തലന് പറയുന്നത്. എഫെസോസ് സഭയെ ഞാൻ ചില കാര്യങ്ങൾ അറിയുന്നു. 1, നിന്റെ പ്രവൃത്തി, നിന്റെ പ്രയത്നം, നിന്റെ സഹിഷ്ണുത ഞാൻ അറിയുന്നു. അവർ ദൈവത്തിനു വേണ്ടി വളരെ അത്യധ്വാനം ചെയ്യുന്ന ഒരു സഭയായിരുന്നു. വളരെ അത്യധ്വാനം ചെയ്തെന്ന് പറഞ്ഞാൽ തളർന്നു പോകുന്നവരെയും അങ്ങ് അധ്വാനിക്കുന്ന ഒരു സഭയായിരുന്നു എഫെസോസ് സഭ. ടോയിൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ അധ്വാനം എന്ന് പറയുന്നത് ഇറ്റ് കംസ് ടു എ പോയിന്റ് ഓഫ് വിയർനെസ്, അല്ലെങ്കിൽ ഏറ്റവും ശക്തി ശോഷിച്ചു പോകുന്ന ആ നിലവാരം വരെ അധ്വാനിക്കുന്ന ഒരു സഭ. മാത്രമല്ല, നീ മുമ്പോട്ട് വരുമ്പോൾ താൻ പറയുകയാണ്, അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും ഞാൻ അറിയുന്നു. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ പൗലോസ് എഫെസോസിലെ മൂപ്പന്മാരെയൊക്കെ വിളിച്ചു വരുത്തി ചില ആലോചനകളൊക്കെ കൊടുക്കുന്നുണ്ട്. താൻ പറയുകയാണ്, ഞാൻ പോയ ശേഷം ചില കൊടിയ ചെന്നായ്ക്കൾ സഭയ്ക്കകത്ത് വരും, ദുരുപദേശങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും, ആ സമയത്ത് നിങ്ങൾ സൂക്ഷിച്ചോണം എന്നൊക്കെയുള്ള ആലോചനകൾ അപ്പോസ്തലനായ പൗലോസ് കൊടുക്കുന്നുണ്ട്. ആലോചന ഏറ്റെടുത്തൊരു സഭയായിരുന്നു ഈ സഭ. അവര് കള്ളന്മാരായ, കള്ളപ്രവാചകന്മാരായ, കള്ള മനുഷ്യരായ ആളുകളെ വിലയിരുത്തി അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അപ്പോസ്തലന്മാരെന്ന് അവകാശം പറഞ്ഞു വന്നവരെ വിലയിരുത്തി അവർ കള്ളന്മാരെന്ന് കണ്ടവരെ തിരസ്കരിക്കുവാനിടയായി തീർന്നു. പിന്നെ നിക്കോലോവിയരുടെ പ്രവൃത്തിയെ അവർ തള്ളിക്കളഞ്ഞതായിട്ട് കാണുന്നു. നിക്കോലോവിയർ എന്ന് പറഞ്ഞാൽ ഒരു സെക്റ്റാണ്. എങ്ങനെയും ജീവിക്കാമെന്നുള്ള ആ കൺസെപ്റ്റാണ് അവർക്കുണ്ടായിരുന്നത്. അല്ലെങ്കിൽ മുമ്പ് ഞാൻ രാവിലെ പറഞ്ഞതുപോലെ രക്ഷിക്കപ്പെട്ടാൽ മതി, പിന്നെ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല, ദൈവം അങ്ങ് എടുത്തോളൂ എന്നുള്ള കൺസെപ്റ്റുകാരാണ് അവർ. ഈ സഭ അതിനെതിരായിട്ട് സ്റ്റാൻഡ് എടുക്കുവാനിടയായിത്തീർന്നു. ഇതെല്ലാം കണ്ട ദൈവം ഉന്നതങ്ങളിൽ നിന്ന് ഇതെല്ലാം കണ്ടിട്ട് അപ്പോസ്തലനോട് പറയുകയാണ്, നീ സഭയ്ക്ക് എഴുതുക, ഐ നോ വാട്ട് യു ഹവ് ഡൺ. I know your hard work. I know your perseverance. I know that you didn't tolerate people who claim to be apostles but not apostles. I know you endured hardships for me. ഞാൻ കാണുന്നു നീ സഹിച്ചത്, നിന്റെ സഹിഷ്ണുത, നിന്റെ പ്രയത്നം, നിന്റെ അധ്വാനം, നിന്റെ വിശ്വസ്തത, നിന്റെ താല്പര്യം, നിന്റെ തീഷ്ണത എല്ലാം ഞാൻ കാണുന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെയൊക്കെ ജീവിതത്തെയും വ്യക്തമായി കാണുന്ന ഒരു ദൈവത്തെയാ നാം സേവിക്കുന്നത്. നാം ചിന്തിക്കും, ആരും നമ്മുടെ കണ്ണീർ കാണാനില്ലയോ എന്ന്. നാം ചിന്തിക്കും, ഞാൻ ഇത്രയും അധ്വാനം ചെയ്തിട്ട് അതൊന്ന് കാണുവാൻ, അപ്രീഷിയേറ്റ് ചെയ്യാൻ ആരുമില്ലയോ എന്ന്. നാം ചിന്തിക്കും, യോ എന്നെ ഒന്ന് താങ്ങുവാൻ ആരുമില്ലയോ എന്ന്.
ഇന്ന് പകൽക്കാലം ഓർക്കണമേ, നാം കടന്നു പോകുന്ന ഓരോ സാഹചര്യങ്ങളും അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകൾ കൊണ്ട് ദർശിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ലോകത്തിൽ ആരും കണ്ടില്ലെങ്കിലും അവിടുന്ന് എല്ലാം കാണുന്നുണ്ട്. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നീ ചിലവഴിച്ച കണ്ണുനീര്, നീ പൊഴിച്ച കണ്ണുനീര് അവിടുന്ന് കാണുന്നുണ്ട്. അവിടുന്ന് ഒന്നും കാണാതിരിക്കുന്നില്ല. അവിടുത്തെ കണ്ണുകൾക്കൊന്നും മറഞ്ഞിരിക്കുന്നില്ല. എഫെസോസിലെ സഭയോട് പറയുക, നിന്റെ അധ്വാനവും നിന്റെ കഷ്ടപ്പാടും നിന്റെ എല്ലാ പ്രവർത്തികളും ഞാൻ കാണുന്നു, ഞാൻ അവയെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ദൈവമായ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നുള്ള മട്ടിൽ തന്നെ ദൈവം പറഞ്ഞു, ഞാനിതെല്ലാം കാണുന്നു. ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. പക്ഷെ മെസ്സേജ് അവിടെ തീരുന്നില്ല. അതാണ് എന്നെ ചിന്തിപ്പിച്ചത്. താൻ പറയുക, നിനക്ക് ചെറിയൊരു കുറ്റമുണ്ട്. ഞാൻ ഇങ്ങനെ ക്രോഡീകരിച്ചു, ഐ ലൈക്ക് സർട്ടൻ തിങ്സ് ഇൻ യു ബട്ട് നോട്ട് എവറിഥിങ്. You have forsaken your first love. നിന്റെ ആദ്യ സ്നേഹം കുറഞ്ഞു പോയി, നീ നഷ്ടമാക്കി, അല്ലെങ്കിൽ നീ വിട്ടുകളഞ്ഞു, അല്ലെങ്കിൽ നീ ആദ്യ സ്നേഹം നിന്നിൽ കുറവുണ്ടായി എന്ന് തന്നെ വെളിപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർ പേഴ്സണലി റെസ്പോൺസിബിളായ ഒരു തിന്മയിലേക്ക് ദൈവം വിരൽ ചൂണ്ടുകയാണ്. ഇറ്റ്സ് നോട്ട് എ ലോസ്റ്റ് ലവ് ബട്ട് എ ലെഫ്റ്റ് ലവ്. നഷ്ടപ്പെട്ട സ്നേഹമല്ല, വിട്ടുകളഞ്ഞ സ്നേഹം. അവർ ദൈവത്തിന് വേണ്ടി ഒത്തിരി അങ്ങ് അധ്വാനിച്ചപ്പോൾ അവർക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ നേരമില്ല. ദൈവത്തോടുള്ള ആ പഴയ സ്നേഹമൊക്കെ അങ്ങ് പോയി. അവർ ഭയങ്കര അധ്വാനമാണ്, അവർ ഭയങ്കര ബൈബിൾ സ്റ്റഡിയൊക്കെ. പക്ഷേ അവർക്ക് വീണ്ടും വേണം ദൈവത്തോട് അടുക്കുവാനോ പ്രാർത്ഥിക്കാനോ ദൈവത്തോടുള്ള ആദ്യത്തെ ആ സ്നേഹം നിലനിർത്താനോ കഴിഞ്ഞില്ല. അവർ സർവീസിന് ഒത്തിരി പ്രാധാന്യം കൊടുത്തെന്ന് തോന്നുന്നു. അവർ മാർത്തയെ പോലെ പറയുക, ഗുരു നിനക്കൊന്നും വിചാരം തോന്നുന്നില്ലേ, ഞങ്ങൾ എത്രയും ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടും. യേശു പറഞ്ഞ എന്തുവാ, മാർത്തേ നീ പലതിനെ ചൊല്ലി വിചാരപ്പെടുന്നു, മറിയോ നല്ല അംശം തിരഞ്ഞെടുത്തു. ഗുരുവിൻ്റെ പാദപീഠത്തിലിരിക്കാൻ മറിയയ്ക്ക് പറ്റി. അതേ സമയത്ത് അധ്വാനിച്ച് അങ്ങ് തളർന്നു പോകുന്ന ആ ദൈവത്തോടുള്ള അടുപ്പം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു മാർത്തയുടെ അനുഭവമായിരുന്നു ഈ സഭയ്ക്കുണ്ടായത്. അവരുടെ അധ്വാനം മെക്കാനിക്കൽ വേയിലേക്ക്, ഒരു റുട്ടീൻ വേയിലേക്ക് മാറിയിട്ട് ദൈവത്തോടുള്ള സ്നേഹം കുറഞ്ഞു പോയി. വാസ്തവത്തിൽ ആ ചർച്ചിനെ നിങ്ങൾ എടുത്തു നോക്കിയാൽ, പുറമേ നിന്ന് നോക്കിയാൽ, ടു ദ പബ്ലിക് the Ephesian church was a successful church, but to God it has fallen. പുറമേ നിന്ന് നോക്കിയാൽ സഭ വളരെ സക്സസ്ഫുൾ ആയിട്ടാണ് പോകുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ ദൃഷ്ടി നോക്കിയപ്പോൾ സക്സസ്ഫുൾ ഒന്നും അല്ല. പുറമേ നിന്നുള്ള ഔട്ട്വേർഡ് അപ്പിയറൻസ് വളരെ നന്നായിട്ടുണ്ട്. അവർ ദൈവത്തിന് വേണ്ടി അധ്വാനിക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. പക്ഷേ അക്കമേ നോക്കുന്ന ദൈവത്തിൻ്റെ കണ്ണുകൾക്ക് മറഞ്ഞിരിക്കാത്തൊരു കാര്യമുണ്ടായിരുന്നു. അവരുടെ ആദ്യ സ്നേഹം, ദൈവത്തോടുണ്ടായിരുന്ന ആ പ്രതിപത്തി, ദൈവത്തോടുണ്ടായിരുന്ന ആ ഭക്തി, ദൈവസ്ഥലം ചെലവഴിച്ച സമയങ്ങൾ എല്ലാം കുറഞ്ഞു പോകുന്നു എന്നൊരു വസ്തുത. കാലം ഒരു കാര്യം മറക്കരുത്, God will not close his eyes at our wrongdoings, though he like many things you and I. നമ്മിൽ പലതും ദൈവത്തിന് ഇഷ്ടമാണെങ്കിലും നമ്മുടെ തെറ്റുകളെ ദൈവം കണ്ണടച്ച് വിടത്തില്ല. ദൈവത്തെ ഒരിക്കലും ബ്ലൈൻഡ് ആക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഇന്നർ മൈൻഡ്, ഉള്ളിൻ്റെ അകം, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ അകം ദൈവം വ്യക്തമായി നോക്കുന്നുണ്ട്. നമ്മുടെ താല്പര്യങ്ങൾ ദൈവം വ്യക്തമായി നിരീക്ഷിച്ചു കൊണ്ടായിരിക്കുന്നത്. നമ്മുടെ ഓരോ ഇൻറ്റൻഷൻസും, നമ്മുടെ ഓരോ പ്രവൃത്തികളും ദൈവം വ്യക്തമായി നിരീക്ഷിച്ചു കൊണ്ടായിരിക്കുന്നത്. പുറമെ നമുക്ക് പലതും അഭിനയിച്ച് കാണിക്കാം, പക്ഷേ നമ്മുടെ ജീവിതം, രഹസ്യ ജീവിതം, നമ്മുടെ വിശ്വാസ ജീവിതം ദൈവത്തിൻ്റെ സന്നിധിയിൽ കുറ്റമുട്ടതായി തീരുവാൻ നമുക്ക് കഴിയുവാൻ ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഗേഹസി തൻ്റെ യജമാനനായ എലീശയുടെ മുമ്പാകെ വരുമ്പോൾ എല്ലാം വളരെ നന്നായിട്ട് ആക്ട് ചെയ്യുന്നത്. പക്ഷേ എലീശ പറയാ, കുഞ്ഞേ നീ ഇവിടെ ആയിരുന്നടാ, നീ അതിന് പുറകെ പോയപ്പോഴേ എൻ്റെ ഹൃദയം നിൻ്റെ കൂടെ വന്നില്ലായിരുന്നു. ഒന്ന് രാജാക്കന്മാർ പോകുന്നതല്ല, യൊരോബെയാം രാജാവ് തൻ്റെ ഭാര്യയെ വിടുകയാണ്. തൻ്റെ കുഞ്ഞിന് സുഖമാവുമോ എന്നറിയുന്ന പ്രവാചകൻ്റെ അടുക്കിലേക്ക് വിടുന്നു. അങ്ങോട്ട് ചെല്ലുമ്പോഴേ പ്രവാചകൻ പറയും, നീ എന്തിനാ അഭിനയിക്കുന്നത്, നീ ഇന്നയാളല്ലേ. നമ്മളെ വ്യക്തമായി കാണുന്ന ഒരു ദൈവം നമ്മുടെ അഭിനയങ്ങൾക്ക് വില കൽപ്പിക്കുന്നില്ല കേട്ടോ. നമ്മുടെ ഉള്ളിൻ്റെ ആ സത്യസന്ധതയ്ക്ക് ദൈവം വില കൽപ്പിക്കണം.
നാം ഏത് തരത്തിലുള്ള പഴുപ്പിനെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്നു ഈ ദിവസങ്ങൾ അതിനെ എടുത്തുകള, അതിനെ ഞെക്കിക്കള. ആ പഴുപ്പ് മാറട്ടെ, ആ ക്രോധവും ആ വിദ്വേഷവും അസൂയയും ആ പിണക്കവും അതൊക്കെ ഒന്ന് മാറട്ടെ ഈ ദിവസങ്ങൾ. ദൈവമേ, എനിക്ക് അവിടുത്തെ സന്നിധിയിൽ വിശ്വസ്തയോടെ, അങ്ങയുടെ സന്നിധിയിൽ വിശ്വസ്തയോടെ നീതിയോടെ നിൽക്കുവാൻ എനിക്ക് കൃപ തരണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒന്ന്, I like certain things in you but not everything. രണ്ട്, ആ ഇമേജറിയിലേക്ക്, ആ 7 നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്ന യേശുവിൻ്റെ ആ ചിത്രത്തിലേക്ക് വന്നാൽ 5-ാം വാക്യം ഇനിയും ആ ഒരു ചിത്രം വെച്ചുകൊണ്ട് നാം വായിച്ചാൽ ദൈവം പറയുകയാണ്, ഞാൻ നിന്റെ നിലവിളക്ക് എടുത്തു മാറ്റും. അല്ല, ഇങ്ങനെ ഞാൻ എന്നെ വിശദീകരിക്കാം. നമ്മളൊരു ജോലിയൊക്കെ കിട്ടി, ആ ജോലിക്ക് നമ്മൾ റെസ്പോൺസിബിൾ അല്ലെങ്കിൽ എന്തോ സംഭവിക്കും? നമ്മളെ ഫയർ ചെയ്യും. അതല്ല ദൈവം ഇവിടെ പറയുന്നത്. I have given you something, but don't think that is given to you unconditionally. എനിക്കും നിനക്കും അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ദൈവം ചില ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ട്. പക്ഷെ അതിനെ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ അത് എടുത്തുകൊണ്ട് പോകുമെന്ന്. നമ്മളൊക്കെ പലപ്പോഴും ജീവിതത്തിൽ എല്ലാം പെർമനൻ്റ് ആണെന്ന് ചിന്തിക്കുന്നവരാ. നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ ചത്തുപോകുന്നൊരു ചിന്തയെ നമ്മുടെ മനസ്സിലാരും വരാറില്ല. പക്ഷെ പെർമനൻ്റ് ഒന്നുമല്ലല്ലോ. ചിലർ ഞാൻ മുമ്പേ പറഞ്ഞ രക്ഷ പെർമനൻ്റ് ആണെന്നാണ് പറയുന്നത്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തും ചെയ്യാമെന്നാണ് പറയുന്നത്. അങ്ങനെയൊന്നും വചനം പഠിപ്പിക്കുന്നില്ല. എബ്രായർ 10:26-27 സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ എതിരുകളെ ദഹിപ്പിക്കുന്ന ക്രോധാഗ്നിയേ ഉള്ളൂ. നമ്മൾ പലപ്പോഴും അങ്ങനെ ചിന്തിക്കുന്നത്. ദൈവമെല്ലാം അങ്ങ് പൊറുക്കും. ശരിയാ, കുറച്ചൊക്കെ ദൈവം പൊറുക്കും. പക്ഷേ there is a time of visiting. താലന്തികളുടെ ഉപമ നോക്കിക്കേ. ആ ഉപമയിൽ നമ്മൾ കാണുന്നുണ്ട്, ആ രാജാവ് അല്ലെങ്കിൽ ആ യജമാനൻ കടന്നു വന്ന് ചോദിക്കുന്നൊരു സമയമുണ്ട്. ലോകാവസാനത്തിലല്ല അത് സംഭവിക്കുന്നത്, ഇതിനിടയ്ക്ക് സംഭവിക്കുന്ന ഒരു സംഭവം. അത് ഒരു ഫാർമർ തൻ്റെ കൃഷിയിടത്തിലേക്ക് വന്ന് നോക്കുക, ഫലമുണ്ടോ എന്ന് പരീക്ഷിക്കുന്ന ഒരു സമയമുണ്ട്. ഒരു സമയം ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് നോക്കും, വല്ലതും ഉണ്ടോ, ഇത്രയും കാലമായില്ലേ, വല്ലോ മാറ്റമുണ്ടോ, വല്ലോ ഫലവുമുണ്ടോ, ദൈവം ഒന്ന് വിലയിരുത്തി നോക്കും. Remember, left love is lost light. ഇവരുടെ സ്നേഹം അവർ നഷ്ടപ്പെടുത്തിയപ്പോൾ ദൈവങ്ങളോട് പറയാം, നിന്റെ നിലവിളക്ക് ഞാൻ മാറ്റും. I will remove എന്നാ പറയുന്നത്, ഞാൻ എടുത്തു മാറ്റുമെന്നാ പറയുന്നത്. എഫെസോസിലെ സഭയെ നാളുകൾക്ക് ശേഷം നാം ഒന്ന് വിലയിരുത്തി നോക്കിയാൽ ഇന്ന് ആ ടർക്കി ദേശത്ത് ആ എഫേസ്യൻ സഭയില്ല. ഈ ദൂതുകളൊന്നും ഏറ്റെടുക്കുവാൻ അവർ തയ്യാറായില്ല. ഇന്ന് ആ ദേശം മുസ്ലിങ്ങളാൽ പ്രബലപ്പെട്ട് കിടക്കുന്ന ഒരു ദേശമായി മാറ്റപ്പെടുവാനിടയായി തീർന്നു. A church that lost its love is going to lose its light soon. സ്നേഹം നഷ്ടപ്പെടുത്തിയാൽ അല്ലെങ്കിൽ ദൈവത്തോടുള്ള ആ പ്രതിപത്തി നഷ്ടപ്പെടുത്തിയാൽ നമ്മുടെ വെളിച്ചവും നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട് എന്നുള്ള ആ വസ്തുത നാം മറന്നു പോകരുത്. ദൈവം പറയാം, I've given you something, but don't think that's given to you unconditionally. നാം ചെയ്യേണ്ടത് നാം ചെയ്യണം, ബാക്കി കാര്യങ്ങൾ ദൈവം ചെയ്യും. Now verse 7, മൂന്നാമത്തെ ഭാഗത്തിലേക്ക് വരാം. ഞാൻ ഒരു ജയിക്കുന്ന സിറ്റുവേഷനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒരു വിന്നർ അവനൊരു ട്രോഫി വെച്ചിട്ടുണ്ട്. ജയിക്കുന്നവന് ഒരു ട്രോഫി വെച്ചിട്ടുണ്ട്. എന്തോ ട്രോഫി? എന്തുവാ? ജീവവൃക്ഷത്തിൻ്റെ ഫലം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ആദാമും ഹവ്വായുമൊക്കെ ആ സ്വർഗീയ പറുദീസയിൽ താമസിച്ചപ്പോൾ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം അവർ തിന്നു. ജീവവൃക്ഷത്തിന് തൊടാൻ പറ്റിയില്ല. അന്ന് അവർക്ക് തൊടാൻ പറ്റാഞ്ഞ അത് ഇന്ന് വിക്ടേഴ്സിന് അല്ലെങ്കിൽ വിന്നേഴ്സിന് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് സ്വർഗത്തിൽ. പക്ഷേ ദൈവം പറയും, I want you to be victorious. നിങ്ങളെല്ലാം ആ ജീവവൃക്ഷത്തിൻ്റെ ഫലം കഴിക്കണം. But for that you need to change your path. നിന്റെ പാതയ്ക്ക് ഒരു മാറ്റം വന്നാൽ മാത്രമേ ആ ജീവവൃക്ഷത്തിൻ്റെ ഫലം നിനക്ക് കഴിക്കുവാൻ കഴിയത്തുള്ളൂ.
ഒരു സ്പെഷ്യൽ റിവാർഡാണ് അവിടെ വെച്ചിരിക്കുന്നത്. പക്ഷേ ആ റിവാർഡിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളും ചില ചേഞ്ചസ് വരുത്തും. ഇനി അത് എന്തൊക്കെയാണ് ചേഞ്ചസ് വരുത്താനുള്ളത്? ഒന്ന്, റിമെമ്പർ. എന്തുവാണ് ഓർക്കേണ്ടത്? റിമെമ്പർ the way it used to be in your relationship with me. ദൈവവുമായി നിനക്കുണ്ടായിരുന്ന ആ ബന്ധം എങ്ങനായിരുന്നു എന്ന് നീ ഒന്ന് ചിന്തിക്കണം. റിമെമ്പർ ഫ്രം വേർ യു ആർ ഫോളൻ. നിങ്ങൾ എവിടെയാണ് പരാജയപ്പെട്ടതെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കണം. റിമെമ്പർ the love you initially had for the word of God, prayer, fellowship, witnessing. പ്രാർത്ഥനയ്ക്ക്, സാക്ഷ്യം, ദൈവവചനം പ്രസ്താവിക്കുന്നതിൽ, അതുപോലെ കൂട്ടായ്മ ആചരിക്കുന്ന നമ്മൾക്കുണ്ടായിരുന്ന ആ പഴമയുടെ അനുഭവങ്ങൾ എത്ര ശ്രേഷ്ഠകരമാണ്. ആ അനുഭവങ്ങളെ ഒന്ന് ഓർക്കണം. റിമെമ്പർ. 2, റിപ്പൻസ്. നീ മാനസാന്തരപ്പെടണം. റിപ്പൻറ്റ് മീൻസ് നമ്മൾ പോകുന്ന വഴിക്ക് ഒരു യൂ ടേൺ എടുക്കണം. നിന്റെ തെറ്റുകളെ ഏറ്റു പറയണം. ആ തെറ്റായ പ്രവണതകൾക്കൊരു അറുതി വരുത്തണം. മാത്രമല്ല യഥാർത്ഥമായതിലേക്ക് നീ വന്നേ മതിയാകും. നീ മാനസാന്തരപ്പെടണം. നിന്റെ പാതയ്ക്കൊരു മാറ്റം വരുത്തണം. 3, റിപ്പീറ്റ് ഓർ റെസ്റ്റോർ. ഡു ദ ഡീഡ്സ് യു ഡിഡ് ഫസ്റ്റ്. നീ ആദ്യമേ ചെയ്ത പ്രവൃത്തിയിലേക്ക് നീ മടങ്ങി വരണം. പലപ്പോഴും നമുക്ക് അതൊരു അല്പം കഠിനമാണ്. നമുക്ക് ഓർക്കാൻ കഴിയും, അയ്യോ തെറ്റായി പോയല്ലോ എന്ന് ചിന്തിക്കാൻ കഴിയും. പക്ഷെ റെസ്റ്റോർ ചെയ്യുവാൻ, അല്ലെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യുവാൻ, ആദ്യത്തെ ആ സ്നേഹം ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ അല്പം ഹാർഡാ. എന്നിട്ട് ഇന്ന് പോൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പ്രകോപിപ്പിക്കുക, അല്ലെങ്കിൽ പ്രേരിപ്പിക്കുകയാ. ദൈവമക്കളെ, മടങ്ങി വരുവാൻ ദൈവത്തിൻ്റെ ആ സാന്നിധ്യത്തിൽ, ദൈവത്തോട് നാം കാണിച്ച പ്രതിപത്തി, ആ സ്നേഹത്തിലേക്ക് ഒന്നുകൂടി അടുത്തു വരുവാൻ നമുക്ക് കഴിയുമാറാകട്ടെ. Fruits for victory are just reachable to you, but you need a change in your course or in your way. ആ ഫലം നമുക്ക് റീച്ചബിൾ ആണ്. പക്ഷേ അതെത്തണമെങ്കിൽ ഒന്ന്, we need to remember where you are fallen, and we need to repent, and we need to restore or repeat what you have done in the past. ഒരു നിമിഷം നമ്മുടെ കണ്ണിൽ ദിവസങ്ങളുടെ ചാട്ട. ആ സഭയോട് ദൈവം പറയുന്ന ദൂത് ഇതാണ്: എൻ്റെ എല്ലാ കാര്യങ്ങളും, പല കാര്യങ്ങളും എനിക്കിഷ്ടമാണ്, പക്ഷേ ചില കുറ്റങ്ങൾ ഞാൻ കാണുന്നു. ഞാൻ നിന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ചിലത് നീ അത് വ്യാപാരം ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ എടുത്ത് മാറ്റും. 3 താൻ പറയുകയാണ്, നീ ഒരു വിജയാളിയായി തീരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നീ ജയാളിയാകണമെങ്കിൽ നീ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടാവും. പകൽക്കാലം ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തിന് വിലയിരുത്താം. ആ സഭയോടുള്ള ദൂത് നമ്മളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? നമുക്ക് ദൈവത്തോടുണ്ടായിരുന്ന ആദ്യ സ്നേഹം നാം നഷ്ടപ്പെടുത്തി കളഞ്ഞവരാണോ? നമുക്ക് ദൈവത്തോടുണ്ടായിരുന്ന ആ പഴയ പ്രതിപത്തി ഇന്നുണ്ടോ? പണ്ട് നമ്മൾ നിന്ന ആ തീഷ്ണത നാം ദൈവത്തിന് വേണ്ടി ഇപ്പം നിൽക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ മടങ്ങി വരവനുള്ള ദിവസമായിരിക്കട്ടെ. എപ്പോഴും ഇങ്ങനൊരു അവസരം കിട്ടത്തില്ല. എപ്പോഴും ഒരു അവസരം ഇങ്ങനെ കിട്ടിയെന്നിരിക്കത്തില്ല. ഇന്ന് രാവിലെ ഉച്ചയ്ക്ക് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, I want to come closer to you. കഴിഞ്ഞ കാലങ്ങളെക്കാൾ അല്പം കൂടി അടുത്ത് ജീവിക്കുവാൻ, അങ്ങയോട് അടുത്ത് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് അകലം വിട്ട് പിന്തുടരുന്ന അനുഭവം വിട്ട് അങ്ങയോട് അടുത്ത് അങ്ങയെ ഫോളോ ചെയ്യുവാൻ അങ്ങനെ സഹായിക്കണമേ. ആദ്യ സ്നേഹത്തിലേക്ക് എന്നെ മടക്കിക്കൊണ്ടുവരണമേ. നഷ്ടപ്പെട്ടു പോയതിനെ ദിവസങ്ങൾ നേടിയെടുക്കുവാൻ സഹായിക്കണമേ. നമുക്ക് ദൈവം സമർപ്പിക്കാം. പശുവൻ പെരുമ്പോട്ട് വന്ന് പ്രാർത്ഥിച്ച്